നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കുടിക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായ കുടിക്കണം. അത് രാവിലെയും വൈകിട്ടും. നമ്മൾ മലയാളികളുടെ ഈ ചായ കുടി ശീലം അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ചായ അമിതമായി കുടിച്ചാൽ മാത്രമല്ല, ചായ വീണ്ടും വീണ്ടും ചൂടാക്കി കുടിച്ചാലും പണി കിട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ ചിലപ്പോൾ 5 6 തവണ ചായ കുടിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്നും നമുക്കിടയിലുണ്ട്. അതിനാൽ തന്നെ ഒരു തവണ ചായ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതേ ചായ തന്നെ എപ്പോഴൊക്കെ അത് ആവശ്യമായി വരുന്നോ അപ്പോഴൊക്കെ ചൂടാക്കി ചൂടാക്കി കുടിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഒരു തവണ ഉണ്ടാക്കിയ ചായ ഇങ്ങനെ വീണ്ടും വീണ്ടും തിളപ്പിച്ച് കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതത്ര സുരക്ഷിതമല്ല, അപകടം എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ചായ വീണ്ടും ചൂടാക്കി കുടിക്കുന്നത് 5 തരം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദഹനക്കേട്, പോഷകക്കുറവ്, ദഹന വ്യവസ്ഥയിൽ അസ്വസ്ഥത തുടങ്ങിയവയാണ് അവയൊക്കെ. ചായ വീണ്ടും ചൂടാക്കുന്നത് അതിന്റെ രുചി, മണം, രാസഘടന എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തും. ഇത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചായ വീണ്ടും ചൂടാക്കുമ്പോൾ അതിലെ ടാനുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ചായ കയ്പും ചുവയുള്ളതാകുകയും ചെയ്യും. ഇത് ചായയ്ക്ക് അസിഡിക് സ്വഭാവം നൽകും. അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, ഗ്യാസ്ട്രബിൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. ആസിഡ് സംവേദനക്ഷമതയുള്ള ആളുകൾ വീണ്ടും ചൂടാക്കിയ ചായ കുടിക്കുന്നത് വയറ് വീർക്കാനും അസ്വസ്ഥത അനുഭവപ്പെടാനും കാരണമാകും. അത് മാത്രമല്ല, ദഹന സംയുക്തങ്ങളുടെ സന്തുലിതാവസ്ഥയെയും ഇത് ബാധിക്കും. ചായ ഉണ്ടാക്കിയതിന് പിന്നാലെ സാധാരണ താപനിലയിൽ കൂടുതൽ നേരം വെക്കുന്നത് അതിലെ ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് ആരോഗ്യത്തിന് നല്ലതല്ല. ഇങ്ങനെ വളരുന്ന ബാക്ടീരിയകളെ ചായ വീണ്ടും ചൂടാക്കിയാലും നശിപ്പിക്കാനും കഴിയില്ല. ഇത്തരത്തിലുള്ള ചായ കുടിക്കുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. ചായയുടെ ഏറ്റവും പ്രധാന ഗുണമായ ആന്റി ഓക്സിഡന്റുകൾ ഇത്തരത്തിൽ ചായ വീണ്ടും ചൂടാക്കുമ്പോൾ നശിക്കാനും കാരണമാകും. അത് മാത്രമല്ല, ചായ നല്ല ചൂടോടുകൂടി കുടിക്കുന്നതും ദോഷം ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ചായയോ കാപ്പിയോ പോലുള്ള പാനീയങ്ങൾ അമിതമായി ചൂടോടെ കുടിക്കുന്നത് ക്യാൻസർ സാധ്യത പോലും വർദ്ധിപ്പിക്കും. അന്നനാള ക്യാൻസറും ഉയർന്ന ചൂടും തമ്മിലുള്ള ബന്ധമാണ് പഠന വിധേയമാക്കിയത്. പാനീയങ്ങളുടെ രാസഘടന അർബുദത്തിന് കാരണമാകുന്നതായി കണ്ടെത്തിയില്ലെങ്കിലും ഉയർന്ന താപനിലയാണ് ആശങ്കയാകുന്നത്. ചൂടുള്ള ചായ കുടിക്കുന്നത് അന്നനാളത്തെ ബാധിക്കുന്ന അപൂർവമായ ഓസോഫാഗൽ സ്ക്വാമസ് സെൽ കാർസിനോമ വരാനുള്ള സാധ്യത കൂടുതലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൂട് ചായ കുടിക്കുന്നത് നാക്കിനെ പൊള്ളിക്കുന്നത് പോലെ അന്നനാളത്തെയും പൊള്ളിക്കുന്നു. വർഷങ്ങളോളം ഈ പ്രക്രിയ തുടരുമ്പോൾ അന്നനാളത്തെ ദോഷകരമായി ബാധിക്കുകയും ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കാപ്പി, പുകവലിയും ഉയർന്ന പൂരിത കൊഴുപ്പുമുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണവുമൊക്കെ കൂടിച്ചേർന്നാൽ ക്യാൻസറിന് കാരണമാകുമെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ചൂടുള്ള ഭക്ഷണങ്ങൾക്കും ഇത് ബാധകമാണ്. മദ്യപിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും ചൂട് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് ന്യൂഡൽഹിയിലെ സർ ഗംഗാറാം ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം ചെയർമാനും വ്യക്തമാക്കുന്നത്. ചായ ആയാലും കാപ്പി ആയാലും കുടിക്കുന്നതിന് മുമ്പ് 1 2 മിനിറ്റ് തണുപ്പിക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗം 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമാകും എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൂടുള്ള പാനീയങ്ങൾക്ക് പുറമെയാണ് പുകവലിക്കുകയും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതും അന്നനാള ക്യാൻസർ വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതായത്, വേവുവോളം കാത്താൽ 6ഓളം കാത്തൂടെ എന്ന പഴഞ്ചൊല്ല് ഇവിടെ വെറുതെയല്ല.